കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രാജ്യത്തെ ശക്തമായ സംഘടനയായി മാറിയെന്ന് ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള. ഈ മേഖലയെ വെട്ടിവിഴുങ്ങാൻ വന്നവരെ അതിജയിക്കാൻ സിഒഎക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള സംഘടനകളിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്ന് ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. മേഖലയെ വെട്ടിവിഴുങ്ങാൻ വന്നവരെ അതിജീവിക്കാൻ സിഒഎക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വലിയ ശക്തമായ രാജ്യത്തെ ഏറ്റവും ശക്തമായ കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനയായി ഞാൻ നമ്മുടെ ഈ കേരളത്തിലെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ കാണുകയാണ്. ആ പ്രസ്ഥാനം ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വാസ്തവത്തിൽ ബംഗാളിൽ നിന്നുമൊക്കെയുള്ള പ്രതിനിധികൾ, മറ്റു ഭാഗങ്ങളിലുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയതെന്ന് ഞാൻ കരുതുകയാണ്. സംഘടിതമായ ശക്തി, ആ ശക്തിയുടെ ചരിത്രം പരിശോധിച്ചാൽ വലിയ നമ്മെ വെട്ടിവിഴുങ്ങാൻ വേണ്ടി വന്ന വൻകിടക്കാരോട്, അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല, അവർ നിങ്ങളെ വിഴുങ്ങും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവർ അത്ര ശക്തന്മാരാണ് ഈ മേഖലയോട് ബന്ധപ്പെട്ടവർ. അവരെയൊക്കെ നിങ്ങൾക്ക് അങ്ങനൊന്നും സാധിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് നല്ല നിലയിൽ കേരളത്തിൽ ഒരു ഗുണപാഠമായി മാറുന്നു എന്നതിൽ എനിക്ക് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരെയും അനുമോദിക്കുകയാണ്. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടി.വി. രംഗത്തെ വളർച്ചയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും പി. ശ്രീധരൻപിള്ള പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാനും തിരൂർ എം.എൽ.എയുമായ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരെ സമ്മേളനത്തിൽ ആദരിച്ചു. KCCL പ്രതിനിധികളായ തപസ് ബോസ്, സോമൻ മണ്ഡൽ, അഭിജിത് ഡേ എന്നിവരെയും ആദരിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ചെയർമാൻ കെ. ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് കെ. വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CB.PS, സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. CDNet ന്യൂസ്, കായംകുളം.